ഇന്നലെ രാത്രി ഇക്ക വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ 4 കണ്ണൻകുഴികളാ. ഈ പേരൊക്കെ ഇട്ടത് ആരാണോ എന്തോ. അപ്പോൾ രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞാൻ വന്നിരുന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൊച്ചു മെഷീൻ ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതാ കോക്രി മാക്രികളാണ് ഈ കാണിക്കുന്നത്. ഇവനെന്താ സ്കൂളിൽ പോകാത്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്കൂളിന് ഒരാഴ്ചത്തേക്ക് പണി നടക്കുന്നുണ്ട്, ലീവാണ് കേട്ടോ ഇവന്മാർക്ക്. പിന്നെ കൈയുടനെ ഫ്രിഡ്ജിൽ ഇരുന്ന മീനൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം ഫ്രിഡ്ജെല്ലാം തുടച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനകത്തുള്ള അക്രി മക്രി സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം അകത്തോട്ട് തിരിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അവശേഷിക്കുന്ന കുറച്ച് മലക്കറി ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഒരു ഇത്തിരി വെള്ളരിക്ക, ഒരു മുരിങ്ങയ്ക്കയുടെ കഷ്ണം, പിന്നെ കുറച്ച് അമരപ്പയർ. അങ്ങനെ മീനെല്ലാം കട്ട് ചെയ്ത് കറിക്കും വറുക്കാനും ഒക്കെ എടുത്തു. അമരപ്പയറെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് വറുത്തരച്ചൊരു മീൻകറി അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വറുത്തരപ്പ് അടുപ്പിനകത്തോട്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമരപ്പയർ തോരനിക്കുള്ളതെടുത്ത് ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ ഒരു ലോഡ് ഉപ്പങ്ങ് കവന്നിട്ടുണ്ട്. പിന്നെ ഉപ്പിനേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. ഈ ചട്ടി എന്താ കളയാത്തതെന്ന് ആരും ചോദിക്കരുത് കേട്ടോ. കാരണം ഞാനിവിടെ താമസമായിട്ട് 13 വർഷം. ഈ 13 വർഷം കൊണ്ട് എൻ്റെ കൂടപ്പിറപ്പ് പോലെ കൂടെയുള്ള ചട്ടിയാണ്. ഇതിനെ കളയാൻ എനിക്ക് തോന്നിയിട്ടേയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതാ കിച്ചടി തയ്യാറാക്കുന്നുണ്ട്. നമ്മുടെ മീൻകറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചടി തയ്യാറായ സ്ഥിതിക്ക് ഇത്തിരി തൈരോടെ വീത്തി കൊടുത്തിട്ട് ഇനി അടുത്ത പരിപാടി കടുക് വറ. പുട്ട് സം കോക്കനട്ട് ഓയിൽ, കടുക്, റെഡ് ചില്ലീസ് ആൻഡ് കറി ലീവ്സ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻടു ദ വെള്ളരിക്ക കിച്ചടി. ഫിനിഷ്. വെള്ളരിക്ക കിച്ചടി തയ്യാർ. അടുത്ത പരിപാടി നമ്മുടെ മീൻ വറുക്കലാണ് കേട്ടോ. മാറ്റി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളെല്ലാം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കിയപ്പോൾ പുറത്ത് മഴക്കോള് നല്ല കാറ്റാണെങ്കിൽ അതിശക്തമായ കാറ്റായിരുന്നു കേട്ടോ. ഓടിപ്പോയി തുണിയെല്ലാം പറക്കി അകത്തോട്ട് കൊണ്ടുവന്നിട്ടു. പിന്നെ ബാക്കി ജോലിയും തീർത്ത് ഒരു കുളിയും പാസ്സാക്കി വന്ന് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അങ്ങനെ ചോറ് ആവശ്യത്തിന് എടുത്ത് കഴിക്കാനായിട്ട് പോയി ഇരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ നഗ്നമായ സത്യം. കറികളിലെല്ലാം ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ ഉപ്പുണ്ട് കേട്ടോ. അസാധ്യ ഉപ്പാണ് എല്ലാത്തിനും, ചോറിന് ഉൾപ്പെടെ. 7-8 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദിലും അതിനും കൂടെ ഓരോ മരച്ചീനി കമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ കുന തീർത്ത് അവിടെ ഇട്ടിരുന്ന മണ്ണിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മരച്ചീനി ഒന്നും കാണില്ലടാന്ന് എത്ര പറഞ്ഞിട്ട് കേൾക്കാണ്ട് 2 കൂടെ പോയി പിഴുത് നോക്കിയപ്പോഴത്തേക്കും അതിനൂൻ്റെ മരച്ചീനിയിലാണെങ്കിൽ ഒരു കഷ്ണം പോലും കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത് ആദിലിൻ്റെ മരച്ചീനി വന്ന് പൊക്കി പറിച്ചെടുത്തപ്പോഴത്തേക്ക് അതിൽ ഒരു കഷ്ണം മരച്ചീനി ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇവിടെ ഇന്ന് കണ്ണീരും കയ്യും ആയേനെ. അപ്പോൾ അത് അതിനുവിനാണെങ്കിൽ മരച്ചീനി കിട്ടാത്തതിൻ്റെ സങ്കടവും, ആദിലിനാണെങ്കിൽ ഒരു കഷ്ണമെങ്കിലും കിട്ടിയതിൻ്റെ സന്തോഷവും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മരച്ചീനി കേട്ടോ. ഇവിടുത്തെ മരച്ചീനി കൃഷി കണ്ടിട്ട് മേഘത്തിന് പോലും പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഒരു അപാര മഴ അങ്ങോട്ട് പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും കൂടി ചെയ്യണേ.